ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. ഇപ്പോൾ അന്തരീക്ഷത്തിൽ ഭയങ്കര ചൂട് ഉള്ളൊരു സമയമാണ്. ഈ സമയത്ത് കോഴികൾക്ക് ഭയങ്കര പ്രശ്നമാണ്. ഈ ചൂടും ഊഷ്മാവ് എല്ലാം ഇങ്ങനെ ഈ ഹ്യൂമിഡിറ്റിയൊക്കെ പ്രശ്നം ഭയങ്കരമാണ്. ഇപ്പോൾ അതിനിടയ്ക്ക് വന്നിട്ട് മഴ പെയ്ത് പോയതിന് ശേഷം ഭയങ്കര ചൂട് കൂടുകയാണ് ചെയ്തത്. പല സ്ഥലങ്ങളിലും ഒരു 1-2 മഴ പെയ്തങ്ങ് പോയതിന് ശേഷം ഭയങ്കരമായിട്ട് ചൂട് കൂടിയിട്ടുണ്ട്. ഈ സമയത്ത് കോഴികൾക്ക് ഹീറ്റ് സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട്. അതുമൂലം കോഴികൾ പെട്ടെന്ന് തന്നെ സ്ട്രോക്ക് വന്നിട്ട് ഡെഡായി പോകാനൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ്. അപ്പോൾ നമ്മൾ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ ചില സംഗതികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരു പരിധിവരെ, മുഴുവനായിട്ടൊന്നും പറയാൻ പറ്റില്ല, ഒരു പരിധിവരെയൊക്കെ നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ ഇതിന് കൂടെ ചേർക്കാം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിക്കാട്ടോ, അതൊക്കെ വേറെ കാര്യം. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറച്ച് സംഗതികളാണ് പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ നാരങ്ങ, ചെറുനാരങ്ങ. നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഒരു ചൂടൊക്കെ വന്ന് അല്ലെങ്കിൽ വെയിലത്തൊക്കെ കുറച്ച് നേരം നടന്ന് തളർന്ന് ക്ഷീണിച്ചിരിക്കുമ്പോൾ നമ്മൾ പോയിട്ടൊരു നാരങ്ങ വെള്ളം കുടിക്കും. അതെന്തുകൊണ്ടാണ്? അത് നമ്മുടെ ആ ഒരു ചൂടിനെ ഒന്ന് കുറയ്ക്കുമെന്നുള്ളതുകൊണ്ടാണ് നമ്മളത് കുടിക്കുന്നത്. അത് തന്നെ കോഴികൾക്കും ചെയ്യാം. നാരങ്ങ പിഴിഞ്ഞ് വെള്ളത്തിൽ കോഴികൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ അതിൻ്റെ നീര് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. അതിപ്പോൾ ഇത്ര കണക്കൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഒരു ലിറ്ററിന് 10 ml അല്ലെങ്കിൽ അങ്ങനെ കണക്കൊന്നുമില്ല. എത്ര വേണമെങ്കിലും കൂടിയാലോ ഒന്നും ഈ നാരങ്ങയുടെ നീര് കൂടിയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും കോഴികൾക്ക് വരാൻ പോകുന്നില്ല. അപ്പോൾ ഒരു ചെറിയ അളവിൽ കുടിക്കുന്ന വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതേപോലെ നെല്ലിക്ക, നമ്മുടെ നെല്ലിക്ക ഉണ്ടല്ലോ, അത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ച് അതിൻ്റെ നീര് കോഴികൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ കൊടുക്കാം. അതേപോലെ തന്നെ ഗ്ലൂക്കോസ്, അത് മസ്റ്റായിട്ട് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഗ്ലൂക്കോസ് രാവിലെ നിങ്ങൾ കുടിക്കാനായിട്ട് വെച്ച് കൊടുക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട്, അതും ഓവറാവരുത് കേട്ടോ, ഗ്ലൂക്കോസിൻ്റെ കാര്യം അത് ഓവറായിട്ട് കൊടുക്കരുത്. വളരെ ചെറിയ അളവിൽ മിക്സ് ചെയ്തിട്ട് കോഴികൾക്ക് കുടിക്കാനായിട്ട് കൊടുക്കുക. പിന്നെ തക്കാളി ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലൊക്കെ തക്കാളി വാങ്ങിക്കാറുണ്ട്. ചിലപ്പോൾ അത് ചീഞ്ഞു പോയിട്ട് നമ്മൾ തൊടിയിലേക്കോ അല്ലെങ്കിൽ പറമ്പിലേക്കൊക്കെ വലിച്ചെറിയുകയാണ് ചെയ്യുക. ഇങ്ങനെ കേടുവന്ന തക്കാളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കോഴികൾക്ക് ഇട്ട് കൊടുക്കാം. അവർക്കത് വളരെ ഈ ചൂട് സമയത്ത് പ്രയോജനപ്പെടുന്നൊരു സംഭവമാണ്. പിന്നെ വാട്ടർ മെലൺ പോലുള്ള തണുപ്പ് കിട്ടുന്ന സംഗതികൾ ഇപ്പോൾ 15 രൂപ കണ്ടേ ഉള്ളൂ ഒരു കിലോയ്ക്ക് റോഡ് സൈഡിലൊക്കെ വിൽക്കുന്നതാണ്. നിങ്ങൾക്കത് കൊത്തി എരിഞ്ഞ് ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചോദ്യം വരാം, അത് നമുക്ക് തന്നെ തിന്നൂടെ, എന്തിനാണ് കോഴികൾക്ക് കൊടുക്കുന്നതൊക്കെ. ഇത് കോഴികൾക്ക് അങ്ങനെയൊക്കെ കൊടുക്കാം എന്നാണ് പറയുന്നത്, അല്ലാതെ കോഴികൾക്ക് കൊടുക്കണം എന്നല്ല കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ, അതായത് തണുപ്പ്, കോഴികളുടെ ശരീരത്തിലേക്ക് തണുപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന സംഗതികൾ എന്തൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ കോഴികൾക്ക് തീറ്റയായിട്ടോ വെള്ളത്തിലൂടെ ഒക്കെ കൊടുക്കാം. നമുക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും, ഇത് തണുപ്പുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്നത് ചൂടിനെ കുറയ്ക്കാനാണ്. അതുപോലെ തന്നെ അത് കോഴികൾക്ക് കൊടുത്താൽ കോഴികളുടെ ശരീരത്തിലെ ചൂടും പിന്നെ അന്തരീക്ഷത്തിലെ ചൂട് മൂലം ഉണ്ടാകുന്ന കോഴികളുടെ സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളത് നമ്മളെ ചിന്തിച്ചാൽ മതി. അപ്പോൾ തന്നെ എന്തൊക്കെ കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റു കോഴി കർഷകരിലേക്ക് എത്തിക്കുക. മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.